അവഗണന മാത്രമല്ല, നിങ്ങൾ ആ കെട്ടിടം ഒന്ന് എടുത്തു, ആ കെട്ടിടം എടുത്ത് നോക്കൂ, ആ കെട്ടിടം എടുത്ത് നോക്കി. ആ കെട്ടിടം ഇതുവരെ ഒരു കല്ല് കഴിഞ്ഞ 5 വർഷം എടുത്തു വെച്ചിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ പേരിൽ മിനി സിവിൽ സ്റ്റേഷൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി ചെയ്യുന്ന രണ്ടാം ഘട്ടത്തിൽ ഉദ്ഘാടനം. ആദ്യത്തെ ഘട്ടം പൂർത്തിയായാലേ രണ്ടാം ഘട്ടം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ ഘട്ടം എവിടെ? എന്നിട്ട് 5 വർഷം ഒന്നും ചെയ്തില്ല. ഇന്ന് ഇലക്ഷൻ എടുത്തപ്പോൾ ഇത് അതിന് തൊട്ടപ്പുറത്ത് കമ്മ്യൂണിറ്റി ഹാള്, ആ കമ്മ്യൂണിറ്റി ഹാള് അദ്ദേഹം 40 വർഷം മുമ്പ് നേതൃത്വം കൊടുത്ത് ഉണ്ടാക്കിയ കമ്മ്യൂണിറ്റി ഹാളാ. ആ കമ്മ്യൂണിറ്റി ഹാളിന് അദ്ദേഹത്തിന് പേരിടുന്നില്ല. ഇന്ന് പണി പൂർത്തിയാകാത്ത, പണി തുടങ്ങാത്ത ഒരു കെട്ടിടത്തിന് എന്താ പറയാ, പെയിന്റ് പോലും അടിച്ചിട്ടില്ലാത്ത ഒരു കെട്ടിടത്തിന് കൊണ്ട് രണ്ടാം ഫേസിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കുവാനും ഞങ്ങൾ ഒരു മകന്റെ പ്രതിഷേധമായിട്ട് കൂടി കണക്കാക്കിക്കൊള്ളൂ. എന്റെ പിതാവ് 53 വർഷക്കാലം ഈ നാടിന് വേണ്ടി ചെയ്ത എല്ലാത്തിനെയും എഴുത്തി കാണിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചു. 9 വർഷക്കാലമായി ഇത് അവർ അനക്കുന്നില്ല. ഈ സിവിൽ സ്റ്റേഷൻ അതേ അവസ്ഥയാണ്. പാമ്പാടിയില് 2 മന്ത്രിമാരും അദ്ദേഹം കൂടെ പോയി കല്ലിട്ടത് ഇതുവരെ ഒരു കല്ലെടുത്ത് വെക്കുവാൻ ഇവർ സാധിച്ചിട്ടില്ല. ക്ഷണിക്കാതെ പേരും ചിത്രമൊക്കെ ഉപയോഗിക്കുന്നത് എന്താ വികസന സദസ്, അത് ഒരു ഞങ്ങള് ഇതിനകത്ത് പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിട്ട് എന്റെ ഫോട്ടോ ഉപയോഗിക്കുകയാണ്. ഇത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ. അതിനകത്ത് പലരും ഇപ്പൊ ഇറങ്ങിപ്പോയി. കാരണം ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഞാനില്ല എന്നുള്ളത്. അപ്പൊ തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാൻ ജനങ്ങളിടയിൽ ഈ തരത്തിൽ വലിയ ഒരു അപമതിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്, അദ്ദേഹത്തിന്റെ പേരിനെ ഉപയോഗിക്കാനുള്ള ശ്രമമാണ്. അംഗീകരിക്കുന്ന പ്രശ്നമില്ല.